ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് എന്നുള്ള ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജിയോയും എയർടെല്ലും ഇവരുമായിട്ട് വൻ കോമ്പറ്റീഷൻ ആവും, അടിയാവുന്നതായിട്ട് നോക്കിയിരുന്ന നമ്മൾ മണ്ടന്മാരായി എന്ന് പറഞ്ഞാൽ മതി. ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് ജിയോയും എയർടെല്ലും സ്റ്റാർലിങ്കുമായിട്ട് ഡീലുകൾ സൈൻ ചെയ്തു. ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ മാസം വരെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിണങ്ങി പോകുന്നു പറഞ്ഞ ടീംസാണ് ഇവര്. പെട്ടെന്ന് എല്ലാം ശരിയായി, ഓക്കെ ആയി. എന്താ സംഭവം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ എങ്ങനെയാണ് 4G 5G സ്പെക്ട്രമിന്റെ ഓപ്ഷൻ ആണ് നടക്കാറ്. അലോട്ട്മെന്റ് അല്ല, ഓപ്ഷൻ ആണ് നടക്കാറ്. ഇപ്പൊ ഗവൺമെന്റിൽ ആർക്കാണ് കുറച്ച് ഹോൾഡ്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഹോൾഡ് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സ്പെക്ട്രം അലോട്ട്മെന്റ് കിട്ടും ഓപ്ഷൻ ആണെങ്കിൽ. ഇപ്പൊ പുതിയൊരു ടെക്നോളജിയാണ് ഈ സാറ്റലൈറ്റ് വഴിയുള്ള ഇന്റർനെറ്റ്. അപ്പൊ അത് വന്നപ്പോൾ സ്റ്റാർലിങ്ക് ആണ് അതിന്റെ മെയിൻ ആൾക്കാർ. അവരുടെ കയ്യിലാണ് അത്രയും നെറ്റ്വർക്ക് ഉള്ളത്. ലിയോ സാറ്റലൈറ്റ്സ് എന്ന് പറയും, അതായത് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്സ് ആണിത്. ലിയോ സാറ്റലൈറ്റും സാധാരണ സാറ്റലൈറ്റിന്റെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ലിയോ സാറ്റലൈറ്റ് എർത്തിന്റെ അത്രയും അടുത്ത്, എർത്തിന്റെ ഓർബിറ്റിന്റെ അത്രയും അടുത്ത് കൂടിയിട്ടാണ് പോവുക. അപ്പൊ എന്താണ് ഈ റൂറൽ ആയിട്ടുള്ള ഏരിയസും അതായത് ഏത് സ്ഥലത്ത് പോയാലും ഇന്റർനെറ്റ് കിട്ടും. അപ്പൊ ഇത്രയും ടെക്നോളജി ഉള്ള സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത് ജിയോയും എയർടെല്ലും തന്നെയാണ്. ജിയോക്കാര് പ്രത്യേകം പറഞ്ഞു, അംബാനി ടീംസ് ആണ്, അവർ പറഞ്ഞു ഓപ്ഷൻ വെക്കണം, സാറ്റലൈറ്റിന്റെ ഇന്റർനെറ്റിൽ ഓപ്ഷൻ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇലോൺ മസ്ക് പറഞ്ഞു ഇതെന്താണ് അലോട്ട് ചെയ്തൂടെ, നമ്മൾ പേയ്മെന്റ് ചെയ്യാം, അത് അലോട്ട് ചെയ്ത് തന്നൂടെ എന്നാണ് അവർ ചോദിച്ചത്. ഗവൺമെന്റ് അവസാനം ഇലോൺ മസ്കിന്റെ കൂടെ പോയി ഓപ്ഷൻ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു ടെലികോം മിനിസ്ട്രി. സാധാരണ അംബാനിനെ വിട്ടിട്ട് ഒരു കളി കളിക്കാറില്ല, ഇതിപ്പോ എന്തോ അങ്ങനെ സംഭവിച്ചു. അപ്പൊ പിന്നെ നമ്മളെല്ലാവരുടെയും സംശയം എന്ന് വെച്ചാൽ എന്ത് റേറ്റിനായിരിക്കും ഒരു ഇന്റർനെറ്റ് കൊടുക്കുക സ്റ്റാർലിങ്ക്. US റേറ്റ്സ് എന്ന് പറഞ്ഞാൽ കത്തിയാണ്, അത് ഇന്ത്യയിലൊന്നും വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭൂട്ടാനിൽ സ്റ്റാർലിങ്ക് ഓൾറെഡി ഉണ്ട്. അവിടുത്തെ റേറ്റ്സ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലാൻസും അൺലിമിറ്റഡ് ആണ്. 2 പ്ലാൻസ് ആണ് ഉള്ളത്. ഒന്ന് നോർമൽ പ്ലാൻ, അത് 3000 രൂപ ഒരു മാസം. രണ്ടാമത് കുറച്ച് പ്രീമിയം പ്ലാൻ ആണ്, 4200 രൂപ മാസം. രണ്ടിനും 100 MB/s തന്നെയായിരിക്കും സ്പീഡ്. പറഞ്ഞ പോലത്തെ കിട്ടും. അങ്ങനെ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടി, ഇതാ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ജിയോ എയർടെല്ലും ഇവർ രണ്ടുപേരും സ്റ്റാർലിങ്ക് ആയിട്ട് ഡീൽ സൈൻ ചെയ്യുന്നത്. രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള ഡീലുകളാണ് സൈൻ ചെയ്യുന്നത്. ജിയോ സൈൻ ചെയ്ത ഡീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോന്റെ റീറ്റെയിൽ സ്റ്റോറുകൾ വഴി സ്റ്റാർലിങ്കിന്റെ സെയിൽസ് നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജിയോന്റെ റീറ്റെയിലും ഓൺലൈൻ ബിസിനസ് വഴി സ്റ്റാർലിങ്ക് വിൽക്കാൻ. എയർടെലിന് വേറൊരു ഐഡിയ ആണുള്ളത്. എയർടെലിന്റെ വൺ വെബ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാർലിങ്കിനെ പോലെ തന്നെ ഒരു സംഭവം ഉണ്ട്. അതായത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് തന്നെയാണ്, പക്ഷെ ഇത്ര അഡ്വാൻസ്ഡ് ഒന്നും അല്ല, പിന്നെ കുറച്ച് കത്തി ഇതിനേക്കാളും എമൗണ്ട് ഒക്കെ കൂടുതലാണ്. അപ്പൊ എയർടെലും സ്റ്റാർലിങ്കും ആയിട്ട് ഒരു ടെക്നോളജി ഷെയറിംഗിന്റെ ഒരു ഡീലാണ് വെച്ചിരിക്കുന്നത്. ഒരാൾ സെയിൽസും ഒരാൾ ടെക്നോളജി ഷെയറിംഗിന്റെ ഡീൽ. ഇതിന്റെയൊക്കെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് സ്റ്റാർലിങ്ക് ഇന്ത്യയിലൊക്കെ വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രശ്നമില്ല, എവരിബഡി ഈസ് വെൽക്കമിങ് ഇലോൺ മസ്ക്, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി.